ഹായ് ഗായ്സ്, എല്ലാവർക്കും എൻ്റെ മറ്റൊരു വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ പറയാനായിട്ട് ആഗ്രഹിക്കുന്നത് പെട്ടെന്ന് എൻ്റെ മനസ്സിൽ വന്നൊരു കാര്യമാണ്. ഒരു കുഞ്ഞ് ജനിച്ചു വീഴുമ്പോൾ കരയുന്നു എന്നുള്ളൊരു യാഥാർത്ഥ്യം. അപ്പോൾ ആ യാഥാർത്ഥ്യം പറയുമ്പോൾ ഞാൻ എൻ്റെ ഒരു ഭാവന ഒന്ന് പറഞ്ഞോട്ടെ. ഒരു 200 ചില്ലാൻ അസ്ഥികളുണ്ട് ആ ഒരു കുഞ്ഞിൻ്റെ ശരീരത്തിൽ. അതേപോലെ തന്നെ ഏറ്റവും പവർഫുള്ളായിട്ടുള്ള മസിൽസാണ് ഒരു ഗർഭപാത്രത്തിലുള്ളത്. അപ്പോൾ ആ മസിൽസ് വികസിച്ചെങ്കിൽ മാത്രമാണ് ഈ കുഞ്ഞിന് പുറത്തേക്ക് വരാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ ആ മസിൽസ് വികസിപ്പിക്കണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ മാതാവ് എന്തോരം വേദന അനുഭവിക്കണം. ഇനി അതുകൂടാതെ ആ മസിൽസ് വികസിക്കുമ്പോൾ സംഭവിക്കുന്ന ആ പ്രൊസീജിയറിൽ ആ 207 വരുന്ന അസ്ഥികൾ ഞെരുങ്ങുന്ന വേദന, 300 വാള് വെട്ടുന്ന വേദനയാണ് ഒന്ന് മരിക്കണമെങ്കിലെന്ന് പറഞ്ഞ് കേട്ടേക്കണം. അപ്പോൾ 200 അസ്ഥികൾ ഞെരുങ്ങി പുറത്തു വരുന്ന ആ പിഞ്ചു കുഞ്ഞിൻ്റെ വേദന എന്തായിരിക്കും? നിങ്ങളതൊന്നും ആലോചിച്ചിട്ടുണ്ടോ? എല്ലാവരും ആ അമ്മയുടെ വേദനയെ പറ്റി ചിന്തിക്കുന്നുണ്ട്. ആ ജനിച്ചു വീഴുന്ന കുഞ്ഞനുഭവിക്കുന്ന വേദനയെ പറ്റി ഒന്ന് ചിന്തിച്ചിട്ടുണ്ടോ? അങ്ങനെ ആ വേദന അനുഭവിക്കുന്ന കുഞ്ഞ് കരയാതിരിക്കൂ? ഒരിക്കലും ഇല്ല, കരയും. വാവിട്ട് കരയും. ഞാൻ മനസ്സിലാക്കിയ കുഞ്ഞ്, ഞാനങ്ങനെ കരഞ്ഞിട്ടുണ്ട്. എനിക്ക് ആ വേദന മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ട്. എൻ്റെ ഉമ്മാൻ്റെ വേദന, എൻ്റെ വേദന. അപ്പോൾ ഒന്നോർത്തോ, എല്ലാ കാര്യങ്ങളും ചെയ്യുമ്പോഴും സ്വന്തം ഉമ്മാനെ വേദനിപ്പിക്കുന്നവർ അല്ലെങ്കിൽ ഉമ്മാനെ സന്തോഷിപ്പിക്കുന്നവരോർത്തോ, നിങ്ങൾ രണ്ടുപേരും ഒരേ തരത്തിൽ വേദന അനുഭവിച്ചവരാണ്. പക്ഷേ നമുക്കത് തിരിച്ചറിയാനുള്ള ഘട്ടം വന്നത് കുറേ നാളുകൾക്ക് ശേഷമാണ്. പക്ഷേ ഉമ്മാക്കത് തിരിച്ചറിയാനുള്ള ഘട്ടം ആ സമയത്തേ ഉണ്ടായിരുന്നു. പക്ഷെ ഉമ്മാനെ തിരിച്ചറിയാനുള്ള ഈ ഘട്ടം നമ്മൾ ഇനിയും കണ്ടെത്തിയില്ലെങ്കിൽ നമ്മൾ പിന്നെ നമ്മുടെ മാതാപിതാക്കളെ പറ്റി ആലോചിച്ചിട്ട് എന്താ കാര്യം? ഈ വേദനയെങ്കിലും ഒന്ന് മനസ്സിലാക്കാൻ, ഉൾക്കൊള്ളാൻ എല്ലാവരും ഒന്ന് ശ്രമിക്കും. ഞാൻ എൻ്റെ വേദന പറഞ്ഞതാ, എല്ലാവരും ഒന്ന് ഉൾക്കൊണ്ട് നോക്കും. ഇത് എന്ത് രീതിയിൽ, ഏതർത്ഥത്തിൽ പറയണം എന്നുള്ളൊരു കൺഫ്യൂഷനിലാണ് ഞാൻ. എന്നാൽ എൻ്റെ ഉള്ളിൽ തെളിഞ്ഞത് ഞാനങ്ങ് പറഞ്ഞു. എൻ്റെ ഉമ്മ അനുഭവിച്ച, ഞാൻ അനുഭവിച്ച ആ വേദന. ഉമ്മ പോയപ്പോൾ ഞാൻ വേറൊരു വേദനയും കൂടെ അനുഭവിച്ചു. അപ്പോൾ വേദനകൾ ഒരുപാടുണ്ട് ജീവിതത്തിൽ. പക്ഷേ ചിലത് സന്തോഷമുള്ളതാവാം, ചിലത് സങ്കടമുള്ളതാവാം. പക്ഷേ എന്നിരുന്നാലും പടച്ചവൻ നമുക്ക് തന്നേക്കുന്ന, ഹക്കീമായ റബ്ബ് നമുക്ക് തന്നേക്കുന്ന ഒരു കഴിവുണ്ട്. ഈ വേദനകളെല്ലാം ഇൻഹെറിറ്റ് ചെയ്യുക. ഈ തിരിച്ചറിവുണ്ടല്ലോ, സ്വന്തം ഉമ്മ എന്നെ ജനിച്ചപ്പോൾ എനിക്ക് ഞാൻ അനുഭവിച്ച വേദന എന്നുള്ള തിരിച്ചറിവ്, അത് അറിയുന്നത് നിസ്സാര കാര്യമല്ല. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ഡേ.